ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫ്ലിക്കാബിയുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് മൂവീസ് വളരെയധികം ഇഷ്ടമാണ്. വളരെ ഒരു ക്രേസാണ് മൂവീസ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് മിക്കവാറും അതിന് പറ്റാറില്ല. എങ്കിൽ പോലും എല്ലാ സിനിമകളും കാണാൻ ഞാൻ ഒരുവിധം ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബേസിൽ ജോസഫിൻ്റെ അതിരടി എന്നൊരു മൂവി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിരടി മൂവി ഒരുപാട് ഇവർ പ്രമോഷൻ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസും കണ്ടിരുന്നു. ഇൻ്റർവ്യൂസ് എല്ലാം വളരെ ഫണ്ണായിരുന്നു, വളരെ എനർജി ഉണ്ടായിരുന്നു അതിനകത്ത്. വെരി വെരി എൻ്റർടൈനിങ് ഇൻ്റർവ്യൂസ് ആയിരുന്നു. നമുക്ക് ധ്യാൻ ശ്രീനിവാസനാണ് മെയിനായിട്ട് ഇൻ്റർവ്യൂ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. ധ്യാനിൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളും എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. വളരെ പ്ലസൻറ്റ്, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ധ്യാൻ ഇൻ്റർവ്യൂസ് ഇടുന്നില്ല. ബട്ട് അതിൻ്റെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ന വിധമാണ് ബേസിൽ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ അടിപൊളിയാണ്. ഞാൻ ത്രൂ ഔട്ട് എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ കണ്ടു. എല്ലാറ്റിലും പുതുമയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് അതിരടി മൂവി ഞാൻ കാണാനായിട്ട് പോയത്. ഇവർക്ക് ഇത്രമാത്രം ഓളം ഇവർക്ക് ഇൻ്റർവ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സിനിമയിലും അത് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിരടി മൂവി കാണാനായിട്ട് പോയത്. അതിരടി മൂവി ചുരുക്കി പറഞ്ഞാൽ അതൊരു ക്യാമ്പസ് മൂവിയാണ്. ക്യാമ്പസ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അടിപൊളിയായിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ബേസിക്കലി മൂവീസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരാൾ പറയുന്ന റിവ്യൂ ആയിരിക്കില്ല അടുത്ത ആൾ പറയുന്നത് ആ മൂവിയെക്കുറിച്ച്. അതിലെ ഓരോരുത്തരുടെ ആക്ടിങ്ങിനെ കുറിച്ചും ഒരാൾ പറയുന്നതായിരിക്കില്ല അടുത്ത ആൾ പറയുന്നത്. അത് ഓരോ ആളുകളെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മൂവി എന്നല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതാണ് അതിരടി മൂവി. എനിക്ക് പൊതുവേ ക്യാമ്പസ് മൂവീസ്, അടിച്ചുപൊളി പടങ്ങൾ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പേഴ്സണലി അത് വളരെ എൻ്റർടൈനിങ് ആയിരിക്കും. പിന്നെ നമുക്കൊരു ആ ഒരു 2 hours എവേ ഫ്രം എവറിത്തിങ് നമ്മൾ അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരുന്ന് കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് കാണുന്നതായിരിക്കണം സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ആ സിനിമ കാണാനായിട്ട് ഇറങ്ങിയത്. അവിടെ എക്സ്പെക്റ്റേഷൻ ഓൾമോസ്റ്റ് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടുകളിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും എല്ലാവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഡബ്ബിങ്ങിൽ കുറച്ചും കൂടിയും ലാംഗ്വേജ് ട്രിവാൻഡ്രം